നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ഈരാറ്റുപേട്ട തീക്കോയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റയിട്ടി കുറ്റിയാനിക്കൽ സോണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീക്കോയി ടൗണിലുള്ള കെട്ടിടത്തിലാണ് സംഭവം. 2 ദിവസം പഴക്കമുള്ളതായി പറയുന്നു. സമീപത്തെ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി. ഈരാറ്റുപേട്ടയിൽ കാപ്പ കേസ് പ്രതിയെ പിടിക്കാനെത്തിയ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന് കുത്തേറ്റു. ഈരാറ്റുപേട്ട മന്തക്കുന്ന് ഭാഗം പുത്തൻപുരയിൽ അഫ്സൽ ഹക്കീമാണ് ഈരാറ്റുപേട്ട സ്റ്റേഷനിലെ CPO ശ്രീജേഷിനെ കുത്തിയത്. ഈ മാസം കാപ്പ ചുമത്തിയ പ്രതി വീട്ടിലുണ്ട് എന്നറിഞ്ഞ് എത്തിയ പോലീസിന് നേരെ കറിക്കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. കഴുത്തിന് മുറിവേറ്റ CPO ശ്രീജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത BJPയുടെ മതന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കേരള കോൺഗ്രസ് M കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജേക്കബ് ചെരിയൻകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KT സിറിയക്, പൗലോസ് കടമ്പംകുഴി, EM ചാക്കോ എണ്ണയ്ക്കാപ്പള്ളി, കുരുവിള അഗസ്തി തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് മുണ്ടുകുന്നേൽ, തോമസ് മണ്ണഞ്ചേരി, ജിൻസി എലിസബത്ത്, ജാൻസി സണ്ണി, സണ്ണിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെൺകുട്ടികളുടെ വീടുകളിൽ സഹായിക്കുവാൻ, ആ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ആഗ്രയിലേക്ക് പോയി എന്നല്ലാതെ മറ്റൊരു ഉപദ്രവം അവർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകളെ അവരെ ബന്ധികളാക്കിയെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വത്തെയാണ് ഈ ബജറംഗത്തിന്റെ പ്രവർത്തകരും അവരുടെ നേതൃത്വവും ബന്ധികളാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തെ ഭരണഘടനയെയാണ് ഇവര് BJP നേതൃത്വം കൊടുക്കുന്ന ഈ ബജറംഗ് ദളിന്റെ നേതൃത്വത്തിന് ബന്ധികളാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഭരണഘടനയെയും രാജ്യത്തെ മതേതരത്വത്തെയും അത് അപകടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ബജറംഗ് ദളുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഭരണാധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ പീഡനങ്ങള്, എത്രയോ മർദ്ദനങ്ങള് വടക്കേന്ത്യയിലെ മിഷണറിമാർക്കെതിരായി, കന്യാസ്ത്രീമാർക്കെതിരായിട്ട്, പുരോഹിതന്മാർക്കെതിരായിട്ട്, മറ്റ് ഇതര വിഭാഗങ്ങൾക്കെതിരായിട്ട്, മുസ്ലിം സഹോദരന്മാർക്കെതിരായിട്ട്, സവർണ ഹിന്ദുക്കളല്ലാത്ത ഒട്ടേറെ പേരെ അവർ മർദ്ദിച്ച അവസ്ഥരാക്കി, അവരെ പീഡിപ്പിക്കുവാനായിട്ട് തയ്യാറായി. അപ്പൊ സത്യത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന BJP അതിന് നിയന്ത്രണം വരുത്തേണ്ടതാണ്. പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക കടുവാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഏഞ്ചൽ വാലി വനവിജ്ഞാന കേന്ദ്രത്തിൽ പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് S പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കടുവാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം, പോസ്റ്റർ രചനാ മത്സരം, ഉപന്യാസ രചനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ ജിതീഷ് വലിയട്ടിൽ, CG സുനിൽ, ഡോക്ടർ അരവിന്ദ് എന്നിവരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം വന്യജീവി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി R പിള്ള ഉദ്ഘാടനം ചെയ്തു. എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. EDC പ്രതിനിധികളായ MK ഷാജി, ജോഷി ആന്റണി, ഏഞ്ചൽ വാലി വികാരി റവറന്റ് തോമസ് തെക്കേമുറി എന്നിവർ സംസാരിച്ചു. പമ്പ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MK മുകേഷ്, അഴുത റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ D ബെന്നി, പെരിയാർ വെസ്റ്റ് FDA കോർഡിനേറ്റർ ശ്രീകുമാർ, പമ്പ റേഞ്ച് കോർഡിനേറ്റർ വിനീത് B, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അജിൻ, ബിസ്മി K ബഷീർ, ജ്യോതി, നയന വിശ്വൻ, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ CG സുനിൽ, EDC ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഫോട്ടോ പ്രദർശനം 31-ന് സമാപിക്കും. ടൈഗർ റിസർവ് ഉത്തരാഖണ്ഡിലുള്ള കോർബറ്റ് അവിടെ ഞങ്ങൾ പോയപ്പോൾ കോർബറ്റ് അത് ഇത് കോർബറ്റ്, അത് കോർബറ്റ്. ഇത് ബാന്ധവഘട്ടെന്ന് പറയുന്നത് ആരക്കുഴയിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രതി മൂവാറ്റുപുഴ പോലീസ് പിടിയിൽ. മൂവാറ്റുപുഴ ആരക്കുഴ റോഡ് ജംഗ്ഷൻ ഭാഗത്ത് പലചരക്ക് കടയിൽ നിന്ന് വെളുപ്പിന് കട തുറക്കുന്ന സമയത്ത് സ്കൂട്ടറിൽ എത്തി ശ്രദ്ധ തിരിഞ്ഞ സമയം നോക്കി 5 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി
മൂവാറ്റുപുഴ താലൂക്ക് വാലടിത്തണ്ട് കോളനി ഭാഗത്ത് തേക്കുംകാട്ടിൽ വീട്ടിൽ 56 വയസ്സുള്ള ഹനീഫ ഹുസൈനെയാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വാഴക്കുളം, ഹിൽ പാലസ്, കുറുപ്പമ്പടി എന്നിവിടങ്ങളിൽ സമാന മോഷണ കേസുകൾ നിലവിലുണ്ട്. പ്രതിയിൽ നിന്ന് മോഷണം മുതൽ പോലീസ് കണ്ടെടുത്തു. CCTV ക്യാമറകൾ നിരീക്ഷണം നടത്തിയും ശാസ്ത്രീയ രീതികൾ അവലംബിച്ചുമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്നും മോഷ്ടിച്ച പണവും കണ്ടെടുത്തിട്ടുണ്ട്. മോഷണത്തിന് എത്തിയ വാഹനവും പോലീസ് കണ്ടെടുത്തു. മാലിന്യം നീക്കം ചെയ്യാനായി ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ട്രാക്ടർ കം ട്രെയിലർ ഉപയോഗശൂന്യമായി പുറമ്പോക്കിൽ ഉപേക്ഷിച്ച നിലയിൽ. പൊതുമുതൽ നശിക്കുമ്പോഴും യാതൊരു കൂസലുമില്ലാതെയാണ് അധികൃതരുടെ പെരുമാറ്റം. 1000 കിലോമീറ്റർ പോലും ഓടാത്ത പുതിയ ടയറുകളോടുകൂടിയ ഈ വാഹനം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. ട്രാക്ടർ ഓടിക്കാനുള്ള ഡ്രൈവറുടെ ശമ്പള ചിലവ് അധിക ബാധ്യതയായി കണ്ടാണ് പഞ്ചായത്ത് അധികൃതർ വാഹനം ഉപേക്ഷിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ഉപയോഗിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങളും വാഹനം ഉപേക്ഷിക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട്. ട്രാക്ടർ ട്രെയിലറിന്റെ RC ബുക്കും മറ്റ് അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ വാഹനം ലേലം ചെയ്ത് വിൽക്കുന്നതിന് തടസ്സമായി. ഇതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഈ വിഷയം സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ നിലവിലെ ഏറ്റുമാനൂർ നഗരസഭാ ഭരണാധികാരികൾക്കും ഈ ട്രാക്ടറിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ട്രാക്ടർ കം ട്രെയിലർ വാങ്ങിയവരും കൈകാര്യം ചെയ്തവരും ഉപേക്ഷിച്ചവരും അനാസ്ഥ കാട്ടിയവരും എല്ലാം ഒരുപോലെ കുറ്റക്കാരാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഒരു പൊതുമുതൽ ഒരു പ്രയോജനവുമില്ലാതെ നശിക്കുന്നത് നിരുത്തരവാദപരമായ സമീപനത്തിന്റെ തെളിവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.